ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് 2-3 ദിവസത്തെ വീഡിയോ കൂട്ടിച്ചേർത്തിട്ടാണ് ആകെ ഒരു 10 മിനിറ്റ് വീഡിയോ ആയത് കേട്ടോ. ഇത് വ്യാഴാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി വന്നപ്പോൾ 6:15 കഴിഞ്ഞു അടുക്കളയിലേക്ക് വന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് സേമിയ ഉപ്പുമാവും പിള്ളേർക്ക് എന്തെങ്കിലും കൊടുത്തു വിടാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വലിയ 3 പേർക്കും പാച്ചുവിനും മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചാക്കുവിന് ചെറിയൊരു കുറുങ്ങലുള്ളതുകൊണ്ട് ഞാൻ മുട്ട കൊടുത്തു വിട്ടില്ല. ഡാഡിക്കും മമ്മിക്കും ഡോൺ ചേട്ടനും പാച്ചുവിനും മാത്രമേ ഉള്ളൂ. തോമുനും പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുങ്ങി. പിന്നെ ഞാനാണല്ലോ ആദ്യം എണ്ണിക്കുന്നത്. അപ്പം നമ്മുടെ 3 പേരെ തുറന്നു വിടേണ്ട ജോലി എൻ്റെയാണ് കേട്ടോ രാവിലത്തെ. അപ്പോൾ ഡാഡി പറഞ്ഞു, ഡാഡി നൈസായിട്ട് തന്നെ ഏൽപ്പിച്ചു കേട്ടോ. കാരണം ഞാനും കൂടെ വന്നതിന് ശേഷം ഡാഡി എഴുന്നേക്കാറുള്ളൂ. ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ട് വെറുതെ നേരത്തെ എഴുന്നേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവരുടെ നമ്പർ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ പരിപ്പുറത്തെ ലൈറ്റ് ഇട്ട് അപ്പം തുടങ്ങും കേട്ടോ കൊര. അങ്ങനെ എന്താ പറയാതെ സേമിയ ഉപ്മാവായി. ഇത് ഞാൻ പിള്ളേർക്ക് അന്ന് നൂലപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്, ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. ആ കുഞ്ഞ് കൊഴുക്കട്ട എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ ചക്ക വരട്ടിയത് വെച്ചിട്ടൊരു ബോൾ ഉണ്ടാക്കിയതാണ് ബാക്കി മാവും കൊണ്ട്. എനിക്ക് പണ്ടൊക്കെ ചക്ക ഭയങ്കര പുച്ഛമായിരുന്നു. ഇപ്പോൾ ചക്ക കിട്ടാൻ ഞാൻ കൊതിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ പിള്ളേർക്കുള്ള വെള്ളം എടുത്ത് വെച്ചു, തോമുന് കുടിക്കാനുള്ള പാലും ഡോൺ ചേട്ടനുള്ള ഡ്രിങ്കും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്ക് ബാഗ് പാക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 7:30 മാക്സിമം ആ അടുക്കളയിലെ പരിപാടി അവസാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ മുകളിൽ പോയിട്ട് ആ സമയത്ത് കെറ്റിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക. രാവിലെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര വെയിലാണ്, റോസൊക്കെ വാടി ഉണങ്ങിപ്പോയി. ഞാൻ ആ 3 ദിവസം ഗ്യാപ്പിൽ അത് വാടിപ്പോയി. കാരണം അത്രയ്ക്കും വെയിലാണ് കേട്ടോ. സംഭവം ഞാൻ പോകുന്നതിന് മുമ്പ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോയതാണെങ്കിലും വെയിൽ അതികഠിനമായ വെയിലായതുകൊണ്ട് തന്നെ അത് വാടിപ്പോയി കേട്ടോ. ഇപ്പോൾ എല്ലാം കൊണ്ട് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ചാക്കോനെ ഞാൻ നമ്മുടെ ദയ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് നെബിലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് നെബിലൈസ് ചെയ്യിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്ന് അടിച്ചു വാരിയിട്ടൊന്നുമില്ല, അടിച്ചു വാരിയില്ല. അങ്ങനെ ഞാൻ എല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല ഭയങ്കര ചൂടാണ്, നമുക്ക് തന്നെ പറ്റണില്ല. പിന്നെ നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടിൽ ഷെയ്ഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊട്ട വെയിലാണ് കേട്ടോ നമ്മുടെ ബെഡ്റൂമിലേക്ക് ബാൽക്കണിയിലേക്ക് അടിച്ച് കയറുന്നത്. അപ്പോൾ ചാക്കോനൊരു വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് നെബിലൈസ് ചെയ്യാനായിട്ട്. തോമു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ സ്കൂളിലേക്ക്, തോമു അതിനിടയ്ക്ക് സ്കൂളിൽ പോയിട്ടുണ്ട്. അവരെയും അടുത്ത ട്രിപ്പിനെയും ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ വ്യാഴാഴ്ചത്തെ വ്ളോഗ് അവിടെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ ഒന്നുമേ എടുത്തിട്ടില്ല, മറന്നുപോയി ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ മനസ്സിൽ എടുക്കുന്ന ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയില്ല. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതൊന്നും ഞാൻ എന്തിട്ട് ചെയ്യാനാന്ന്. പക്ഷേ ഇപ്പം നമ്മുടെ സിന്ധു ആൻറ്റി വ്ളോഗ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് എടുക്കുന്നതല്ല, ഒരുമിച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇട്ടേക്കാം എന്നുള്ളൊരു തോട്ടിലെത്തിയിട്ടുണ്ട്. എത്ര ദിവസത്തേക്കാണെന്നറിയില്ല. ആൻറ്റിക്ക് പറയാറില്ലേ എടുക്കുന്നത് ചിലപ്പം ലെങ്ത് ഉണ്ടാവാതെ അതവിടെ വിടും. പിന്നെ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് മൂപ്പരൊരു ഹോം വ്ളോഗ് അങ്ങനെ ഇടും. അപ്പം ഞാൻ ഓർത്തു അത് ഞാനും യൂട്ടിലൈസ് ചെയ്യാമെന്ന്. ഇത് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നോൺ വെജ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചോട്ടെ. ഞാൻ പോയിട്ട് ഒരു വർഷം എടുക്കാറായി. ഞാൻ അപ്പോൾ മാർക്കറ്റിൽ പോവാറേ ഇല്ല. ഇപ്പം എനിക്ക് പകരം ചാക്കുവാണ് കേട്ടോ. ചാക്കു അപ്പയാണ് പോണത്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങുന്നതേ എനിക്കിഷ്ടമില്ല. അത് ഞാൻ റീസൺസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോവാറില്ല. അപ്പോൾ ഇവരെ സ്കൂളിൽ വിട്ടിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ വ്യാഴാഴ്ച പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെയും ഡിമ്പിളുടെയും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മെനു ഇന്നേ റെഡിയാക്കി വെക്കുക, അതായത് ഫ്രൈഡേ റെഡിയാക്കി വെക്കുക, വെള്ളിയാഴ്ച നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം എന്നുള്ളൊരു തോട്ടിലാണ് കേട്ടോ. അപ്പം മെനുവും നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഞാനും മമ്മിയും ഡിമ്പിളും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബനീഷിനെ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബനീഷ് അവിടെ നിൽക്കുന്നുണ്ട്. ബനീഷിനെ പിന്നെ ഡോൺ ചേട്ടൻ എപ്പോഴും കാണുന്നതുകൊണ്ട് അവർ തമ്മിൽ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുക ഇത് എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കോമഡി സ്റ്റാർസിൽ ഒക്കെ ഉള്ള ചേട്ടനാണ് കേട്ടോ. അപ്പം ആ ചേട്ടൻ ഭയങ്കര തിരക്കുള്ള സമയത്തൊക്കെ വരും എന്നാണ് പറഞ്ഞത്. ഭയങ്കര സ്മൈലിങ് ഫേസ്ഡ് ആയിട്ട് എപ്പോഴും നിൽക്കും. അപ്പോൾ ഡോൺ ചേട്ടനെ പരിചയം, അപ്പോൾ ഡോൺ ചേട്ടൻ പോയി മിണ്ടാണ്. അപ്പോൾ നല്ല അടിപൊളി മീനുകളുണ്ടായിരുന്നു കേട്ടോ. അതിലെ നല്ല മീനുകൾ നമുക്ക് ബനീഷ് സെലക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ട് ബീഫൊക്കെ അവൻ തന്നെ ഇങ്ങോട്ട് പറയും, നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയോ, അപ്പോഴത്തേനും ഞാനത് സെറ്റാക്കി വെച്ചേക്കാം. അവർക്ക് തിരക്കുണ്ടല്ലോ കടയിൽ, ബാക്ക് ടു ബാക്ക് ആൾക്കാർ, നിങ്ങൾ തന്നെ കണ്ടല്ലോ നിന്നപ്പോൾ എന്തോരം ആൾക്കാരായിരുന്നു. പിന്നെ നമ്മുടെ ഇക്കയുടെ കടയിൽ പോയി ബീഫ് വാങ്ങിക്കാൻ പോയിട്ട് ഇക്കയും ചോദിച്ചു ഇത് എവിടെ ആണെന്ന്. അപ്പോഴത്തേനും ഇവൻ വന്നു, ഇവനോട് വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് കുറേ കാലമായിട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ഒരു വിധം
എന്താ പറയുക വെയിലത്ത് പോയിട്ട് വന്നപ്പോൾ മടുത്തു. അപ്പോൾ ആദ്യം ഇതേ പാത്രം കഴുകി ഒതുക്കുന്നുണ്ട് ഡിമ്പിൾ. ഇത് കുക്കറുകൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മെനു എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ മീൻകറിയും കോട്ടയം മീൻകറി, അതായത് ഓരോ ദിവസം എടുക്കാനായിട്ട്, പിന്നെ ബീഫ് റോസ്റ്റ്, അച്ചാർ. ഇതാണ് എൻ്റെ മെനു, വെള്ളിയാഴ്ചത്തെ എൻ്റെ മെനു എന്ന് പറയുന്നത്. അപ്പോൾ മീൻകറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഞാൻ മീൻകറി വെക്കാൻ പഠിച്ചു, തൃശ്ശൂർ മീൻകറി വെക്കാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ദേ ആകെ മെസ്സാണ്, ബിക്കോസ് നമ്മൾ ബാക്ക് ടു ബാക്ക് സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ മീൻകറിക്കുള്ളതാണ് കേട്ടോ അത്, മറ്റേ മുളക് മീൻകറിക്കുള്ളത്. അത് കുറച്ച് വറ്റിച്ച് വെക്കാനായിട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് സൺഡേ ആണ്. അപ്പോൾ അപ്പോഴത്തേനും ഇത് വറ്റി പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ചാറായിട്ട് നമ്മൾ മോരുകറിയാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ എന്താ പറയുക കാറ്ററിംഗ് ഒക്കെ വിട്ടിട്ട് നമ്മൾ അങ്ങനെ ആരെയും വിളിക്കും, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട്, പക്ഷേ എല്ലാ മെനുവും ഇൻക്ലൂഡ് ചെയ്ത് ഹോംലി ഫുഡ് ആക്കാമെന്നുള്ളതായിരുന്നു എൻ്റെയും ഡിമ്പിളിൻ്റെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തൃശ്ശൂർ പോർക്ക് വെക്കാൻ എനിക്ക് അത്ര വശമില്ല. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പോർക്കാകുമ്പോൾ അത് എനിക്ക് പറ്റില്ല. സോ ഞാനത് നോക്കാനേ നിൽക്കില്ല. എന്നാലും ട്രൈ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, കോട്ടയത്താണെങ്കിൽ ഞാൻ കൂടുതലും പോർക്ക് ട്രൈ ചെയ്യുക വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ വെക്കാറില്ല കേട്ടോ. ഇനി പക്ഷേ അതും വെച്ച് പഠിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ബാക്ക് ടു ബാക്ക് ഞങ്ങളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ചാക്കോയും തോമും എന്തിനോ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് ഇവർക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് നമുക്ക് നല്ല തിരക്കുള്ള ദിവസം ഇവർക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അതൊരു ലോക നിയമമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യാനോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കണ ദിവസം നമുക്ക് പറ്റാറില്ല. അവർ നമുക്ക് എന്തെങ്കിലും ചെക്ക് വെച്ചുകൊണ്ടിരിക്കും. അത് ഒരു സ്വാഭാവികമായ കാര്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞങ്ങൾ അന്ന്, അതായത് ഉച്ചയ്ക്ക് ഒരു 4-5 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ കുക്കിംഗ് ഫുള്ള് കഴിഞ്ഞു. ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ മെനുവും റെഡിയായി. നെക്സ്റ്റ് ഡേ ചിക്കൻ ഫ്രൈ ചെയ്താൽ മതി, കട്ട്ലറ്റ് ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. അതേ തോന്നുന്നുണ്ട് ഷെഡിയും സോക്സും ഇട്ട് നടക്കുന്നത്. അപ്പോൾ എന്തോ ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഞാൻ മറന്നുപോയി. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തിനാന്നുള്ളത് മറന്നുപോയി. അപ്പോൾ ഞാൻ അവനെ കളിയാക്കണം കേട്ടോ. അവൻ എങ്ങനെയാണ് വാശി പിടിച്ച് കരയാന്നുള്ളത് അവനെ കളിയാക്കി കാണിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 7 മണി തൊട്ട് ഒതുക്കാൻ നിന്നു. നട വൃത്തിയാക്കുക, രൂപങ്ങളെടുത്ത് കഴുകി വെക്കുക. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേ അമ്പ് രാവിലെ കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ആയിരിക്കണം. പൂ എന്തായാലും നമുക്ക് ലേറ്റ് നൈറ്റ്, അതായത് പിള്ളേരെയൊക്കെ ഉറക്കിയിട്ട് ലേറ്റ് നൈറ്റ് വാങ്ങിക്കുക എന്നുള്ളത് ഡിമ്പിൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂക്കൾ വെക്കും, നമ്മൾ അമ്പ് വരുമ്പോൾ പൂക്കൾ വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു 12 മണി കഴിഞ്ഞ് 12:30 ആയപ്പോഴാട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ പോയി വന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. പോയതൊരു സ്പീഡിൽ തിരിച്ചു വന്നു. ചാക്കോയും തോമും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പാച്ചു പിന്നെ ഡിമ്പിൾ ഉണ്ടെങ്കിലേ ഉറങ്ങുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് പതിവിലും വിപരീതമായിട്ട് ഡാഡിയോട് കിടന്ന് ഉറങ്ങി കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളില്ലാണ്ട് അവൻ ഉറങ്ങില്ല. അപ്പോൾ അതേ മീൻകറി ആയിട്ടുണ്ട്, മുളക് മീൻകറി ഉണ്ട്, ബീഫുണ്ട്, അങ്ങനെ ഓരോന്നും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് മമ്മിയോട് പോയി ഞാനും ഡിമ്പിൾ 100 സംശയങ്ങൾ ചോദിക്കും. ഈ സംശയം പോർക്ക് ഇപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടത്, തൃശ്ശൂർ പോർക്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ ബീഫ് റോസ്റ്റിൻ്റെ ബീഫ് ഡ്രൈ ഫ്രൈയുടെ സാധനങ്ങളാണ്. തേങ്ങാക്കൊത്ത് സബോളയൊക്കെ ഇട്ട് വഴറ്റാണ്. നോൺ സ്റ്റിക്കിലായതുകൊണ്ട് തന്നെ അധികം നമുക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതേസമയത്ത് സ്റ്റീലിൻ്റെ ചട്ടിയിലുണ്ടാക്കുമ്പോൾ നമ്മളത് നോക്കി നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ഈ മസാല മൊത്തം ചട്ടിക്കകത്തിരിക്കും. അതുകൊണ്ട് ഈ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് ആടിപ്പാടി നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അത് വെച്ച് നല്ല അടിപൊളി ബീഫ് ഫ്രൈ കിട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനും ഡിമ്പിളും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിൽ. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. സംഭവം ഞങ്ങളുണ്ടാക്കിയതാണെങ്കിലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഇത് ഞായറാഴ്ചത്തേനുള്ള മീൻ മുളകിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇന്നത് ഭയങ്കര ടേസ്റ്റായെന്ന് ഡിമ്പിൾ പറഞ്ഞു. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഇത് വൈകുന്നേരം ആയപ്പോഴത്തേനും അമ്പ് വന്നിട്ടുണ്ട്. ഞാൻ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോസ് ഇടുന്നില്ല കേട്ടോ. കാരണം എനിക്ക് എവിടെ നിന്നാണ് പണി കിട്ടുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ അത് ഞാൻ ഇടുന്നില്ല കേട്ടോ. അതേ നമ്മുടെ ജോയ്സി ആൻറ്റിയാണ് കേട്ടോ അപ്പുറത്ത്. അവിടുന്ന് അമ്പുമായിട്ട് ആൻറ്റി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആൻറ്റി കൊണ്ട് നമ്മുടെ നടയിൽ വെച്ച് തരും. ഇവിടുന്ന് ഒരാൾ വേറെ അടുത്ത വീട്ടിലേക്ക് ആദ്യം എന്നോടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യുമോ മുടി ചെയ്യുമോ മുഖത്ത് പൗഡർ പോലും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ അതേ ഞാൻ അമ്പും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ആകെപ്പാട് അങ്കലാപ്പായി. ദൈവമേ, ഞാൻ ഈ അമ്പും കൊണ്ട് പോകണോ? അത് നമ്മളത് കുളിച്ച് ഫ്രഷായി നിൽക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ അങ്ങനെ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അപ്പോഴത്തേനും ഡാഡി മുണ്ട് മാറി വന്നു. അപ്പോൾ ഡാഡിയുടെ കയ്യിൽ ഞാൻ കൊടുത്തുട്ടോ. കാരണം ഇത് അത്രയ്ക്കും എന്താ പറയുക, നല്ല ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ രീതിക്ക് ബഹുമാനിക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകണില്ല, നമുക്ക് ഡാഡീനെ വിടാമെന്ന് വിചാരിച്ചിട്ട്
ഡാഡീനെ വിട്ടു. ഞാൻ അതേ സമയത്ത് ഫ്രഷ് ആയിട്ട് നിൽക്കുകയെന്ന് ഉറപ്പായിട്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്കിത് കൊണ്ട് കൊടുക്കേണ്ട ടിസ്റ്റ് വരുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഡാഡി നിൽക്കുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. തലമൂത്ത ഒരാൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ആൾ വേണം അത് കൊണ്ട് കൊടുക്കാനായിട്ട് കേട്ടോ. പെട്ടെന്ന് മമ്മി പറഞ്ഞപ്പം എനിക്ക് നോന്നും പറയാൻ പറ്റിയില്ല. ഞാൻ ആകെ പാനിക്കായിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡാഡി ഡ്രസ്സ് മാറി വന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഈസിയായി കാര്യം. അങ്ങനെ ഓരോ വീട്ടിൽ ചെല്ലുമ്പം ഒരു പാട്ടിന് അതായത് കൊട്ട എന്നുള്ളതാണ് കേട്ടോ ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കൊട്ടി അത് അവസാനിപ്പിച്ചിട്ട് അവർ പോകും കേട്ടോ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പെരുന്നാൾ ദിവസമാണ് കേട്ടോ, ഇന്ന് സൺഡേ ആണ്. ഞാൻ വിചാരിച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാവുന്നത്. കാരണം നാളെ എനിക്ക് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ്. എനിക്ക് കുറച്ച് ഹാമ്പർ സെറ്റ് ചെയ്യാനും കൊറിയർ അയക്കാനും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതുമായിട്ട് നിന്നാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുത്തു വെച്ച കുട്ടി കുട്ടി ക്ലിപ്സ് എടുത്തിട്ട് കമ്പൈൻ ചെയ്ത് അറ്റ്ലീസ്റ്റ് അപ്ലോഡെങ്കിലും ചെയ്തിടാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോയെ എടുക്കാൻ പറ്റില്ല. അക്കിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്നലെ തോമുന് 5 വയസ്സിൻ്റെ കുത്തിവയ്പ്പ് ഉണ്ടായിരുന്നു. നമ്മളെ ആശാവർക്കർ 2 ആഴ്ച മുമ്പേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 21-ാം തീയതിക്ക് ശേഷം എപ്പോഴെങ്കിലും പോയി നിർബന്ധമായിട്ടും ആ വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഈ സാറ്റർഡേയും സൺഡേയും ബെസ്റ്റാന്ന് വിചാരിച്ച് ഇന്നലെ നമ്മൾ വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചാക്കോനും വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്ത് ആദ്യമൊന്നും തോമിന് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പെയിൻ ഉണ്ടാവും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, മാക്സിമം നിങ്ങൾ കൈ പിടിച്ച് നടത്തിക്കുക, പുറത്ത് വെയിലത്തൊന്നും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ച വരെ കുഴപ്പമില്ല. ഉച്ചയ്ക്കൊക്കെ റൂമിൽ നടന്ന് കയറിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കടുകടുപ്പ് തുടങ്ങി. അവന് ഭയങ്കര വേദനയായിട്ട് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പയുടെ കൂട്ടായി, അപ്പയും അപ്പാപ്പനും അങ്ങനെ എന്തെങ്കിലും അപ്പുറത്തൂടെ പോയാൽ പിന്നെ അവർക്ക് വയ്യ. ഡോൺ ചേട്ടനെ പിന്നെയും ഞാനൊന്ന് പറഞ്ഞിപ്പം ഡോൺ ചേട്ടൻ വയ്യായിക പറയുന്നത് നിർത്തിയിട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം മതി, ഡാഡി സ്റ്റിൽ അങ്ങനെയാണ്, എന്തെങ്കിലും വന്ന് അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ സെയിം ക്യാരക്ടറാണ് തോമുനും കിട്ടിയേക്കുന്നത്. അതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ദൈവമേ എന്നെ കൊണ്ടുള്ള പണി നമ്മൾ അമ്മായിമ്മ പോരും എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. തോമു ബാത്റൂമിൽ പോകണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോകണം. പിന്നെ ഞാൻ കുറേ നടത്തിച്ചു കേട്ടോ, കാരണം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കണം നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നടത്തി. പക്ഷെ അവന് നമുക്ക് കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. അവന് ഭയങ്കര വേദനയാണ്, അവന് തൊടുമ്പോൾ തന്നെ വേദനയായിരുന്നു. പനി വരാതിരിക്കാൻ പാരസെറ്റമോൾ നിർബന്ധമായിട്ട്, പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ബാക്ക് ടു ബാക്ക് 6 hours കൂടുമ്പോൾ നമ്മളത് കൊടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് പനി അങ്ങനെ വന്നില്ല, പക്ഷെ അവന് ഭയങ്കര പെയിനായിരുന്നു കേട്ടോ. ചാക്കോന് പതിവിൽ വിട്ട് ഇന്നലെയും ഇപ്പോഴും ഭയങ്കര കുറുമ്പ് കേട്ടോ. ഇവനെ എടുക്കുമ്പം ചാക്കോന് പറ്റില്ല, അവനുടനെ അവനെ എടുക്കണം. എനിക്കെന്ന് വെച്ചാൽ ഇന്നലെ തൊട്ട് മുട്ടിൽ ചിരട്ടയിലൊരു പെയിൻ എനിക്ക് പണ്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറി, ഫിസിയോതെറാപ്പി നമുക്ക് പറഞ്ഞു തന്നിട്ട് അത് മാറി. ഇന്നലെ പെട്ടെന്നൊരു പെയിൻ വന്നു. അപ്പോൾ എനിക്ക് മുട്ട് കുത്തി എനിക്ക് എൻ്റെ വേദന എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റണില്ല. അതിൻ്റെ കൂടെ ഇവരുടെ കളിയും ബഹളവും കരച്ചിലും മേളവും വാശിയും ഒക്കെ ആയപ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരം ഡോൺ ചേട്ടൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പടക്കം, നമ്മുടെ അമ്പ് ഇന്നലെ പൊതുവേ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ കാത്തിരുന്നപ്പോൾ ഡോൺ ചേട്ടന് മടിയായി. മീൻസ് അത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് നിന്ന് തന്നെ. പക്ഷേ ഡോൺ ചേട്ടൻ കുറേ ഒരു 8 മണി 8:30 ആയപ്പോൾ ഡോൺ ചേട്ടൻ പോയി. പുതുക്കാട് പെരുന്നാളായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം ഒരു 8:30 കഴിഞ്ഞപ്പോൾ ഡോൺ ചേട്ടൻ കുറേ വെയിറ്റ് ചെയ്തു. നമ്മളെ വിളിച്ച് നോക്കിയിട്ടൊന്നും ഒരു അഡ്രസ്സും ഇല്ല. ഇപ്പോൾ വരും എന്നല്ലാണ്ട് ഒന്നും. അങ്ങനെ 8:30 കഴിഞ്ഞു അമ്പു വന്നപ്പോഴത്തേക്കിനും. അപ്പോൾ ഡോൺ ചേട്ടനും പോയി. എനിക്കറിയില്ല, എനിക്ക് വന്ന ദേഷ്യത്തിന് നമ്മൾ പറയത്തില്ല, നമ്മൾ ഓൾറെഡി സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കുമ്പം പിള്ളേർ അതിനേക്കാളും വലിയ സ്ട്രെസ്ഡ് ഔട്ട് കാണിക്കും കേട്ടോ. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി മുകളിൽ ആദ്യം സാധനം കൊണ്ട് വെച്ച്. അപ്പോൾ തോമിനെ 2 ദിവസത്തിന് കുളിപ്പിക്കേ വേണ്ടെന്ന് പറഞ്ഞു, തുടച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ തോമ എന്തായാലും സ്റ്റെപ്പ് കയറില്ല എന്ന് പറഞ്ഞു, കാരണം അവൻ അത്രയ്ക്കും വയ്യായിരുന്നു. ഉച്ച വരെ അവൻ തന്നെ കയറി വരും ഒക്കെ ചെയ്തു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനൊരു പറ്റും. ഇവനെ എടുത്തുകൊണ്ട് ഞാൻ മോളിൽ വന്ന് അവനെ തുടച്ച് വൃത്തിയാക്കി പൗഡറും ക്രീമും ഒക്കെ ഇട്ട് കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ട് അവനെ കിടത്തി. അവൻ്റെ സ്പേസിൽ ഞാൻ അവനെ കിടത്തി ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചാക്കോനെ ഞാൻ ഇന്നലെ ഒരു 4 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് കുളിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചീക്കയായിട്ട് വരും. അങ്ങനെ അവനെ കുളിപ്പിച്ച് ഞാനും ആ ഗ്യാപ്പിൽ അവൻ്റെ കൂടെ കുളിച്ച് വന്നപ്പോഴത്തേനും തോമു ഉറങ്ങി. പിന്നെ ചാക്കോ ഉറങ്ങുമോ? അതുമില്ല. ചാക്കോ അതിനേക്കാളും വലിയ വേട്ടയായിരുന്നു. അപ്പം ഞാൻ എന്ത് വെച്ചാൽ നമ്മൾ ഒരു ഡിം ലൈറ്റ് ഇടും റൂമിൽ, ആ ലൈറ്റ് അങ്ങ് ഓഫാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് കിടന്നു.
ഞാൻ ആക്ച്വലി ഇന്നലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ ഉറക്കിയിട്ട് നമ്മുടെ സർവമായ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്, അത് കാണാം, സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും 10 മണിക്ക് കിടന്ന് ഒരൊറ്റ ഉറക്കം ഉറങ്ങി. ഡോൺ ചേട്ടൻ വന്നത് ഞാൻ മിന്നായം പോലെ ഇങ്ങനെ കണ്ടു. 2 മണിയൊക്കെ ആയി ഡോൺ ചേട്ടൻ വരുമ്പോൾ. എനിക്ക് 1:45 കഴിഞ്ഞു. 1:45 2 ഇടയ്ക്ക് എപ്പോഴാണ് വന്നേക്കണേ. ഞാൻ കണ്ടു കുളിച്ചിട്ട് അതിലെ കൂടെ ഒക്കെ നടക്കണത്. ഞാൻ മിണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ദേഷ്യമായിരുന്നു. എൻ്റെ മനുഷ്യൻ നിങ്ങളെൻ്റെ കയ്യിലപ്പം കിട്ടിയിരുന്നത് ഞാൻ തല്ലിക്കൊന്നേനെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. പിന്നെ മൂപ്പർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ, അപ്പോൾ പിന്നെ ഞാൻ മിണ്ടിയില്ല. നമ്മളോ വട്ട് പിടിച്ച് നടക്കുക, അവർക്കെങ്കിലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാണ് മെയിൻലി എനിക്ക് ദേഷ്യം വന്നത്. അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യട്ടോ. എനിക്ക് എവിടെയെങ്കിലും ഡോൺ ചേട്ടൻ പോയാൽ എനിക്ക് ഡോൺ ചേട്ടൻ തിരിച്ചു വരാണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോൺ ചേട്ടൻ വന്നിട്ട് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങുള്ളൂ. പക്ഷേ എനിക്ക് 2 പ്രാവശ്യമുള്ളൂ. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രാവശ്യമായിരിക്കും ഇത്. ഡോൺ ചേട്ടൻ വരാൻ ലേറ്റ് ആകുമ്പോൾ ഞാൻ കിടന്നു എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, 10 മണിക്ക് കിടന്നുറങ്ങിയോണ്ട് തന്നെ നമ്മൾ ആ ഒരു നല്ലൊരു ഉറക്കം എനിക്ക് കിട്ടി. അപ്പം അതുപോലെ 5:45 അലാറം അടിച്ചപ്പോഴാണ് ഇന്ന് ഞായറാഴ്ചയല്ലേ എന്നുള്ളത്. ഞാൻ ഇന്നലെ തെറ്റിയിട്ട് അലാറം വെച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു അവധി ദിവസം പോലെയും ഞായറാഴ്ച ഫീലിങ്ങുമായിരുന്നു. അപ്പോൾ എന്നിട്ട് പറയുക, അലാറം അടിച്ചപ്പോൾ ഞാൻ എഴുന്നേച്ചു. ആദ്യം ഒരു അലാറം അടിക്കും എനിക്ക് തൈറോനോമ് കഴിക്കാനായിട്ട്, അതിന് എഴുന്നേറ്റു. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ തിരക്കായിരിക്കും, എന്നും പെരുന്നാൾ തിരക്കുണ്ട്, നമുക്ക് അക്കിയൊക്കെ വരും, വലിയ ഡാഡിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തുണി അലക്കിയിട്ടതുണ്ടായിരുന്നു, തോമുൻ്റെയും യൂണിഫോമൊക്കെ, അതൊക്കെ അയൺ ചെയ്ത് വെച്ച് അവന് ഒരു സെറ്റ് അലക്കാൻ കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വെള്ളിയാഴ്ചയും ബിസി ആയിരുന്നു, ശനിയാഴ്ചയും ബിസി ആയതുകൊണ്ട് എനിക്ക് അലക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ അലക്കി പശമുക്കിയിട്ട് അവൻ്റെ യൂണിഫോം തേച്ച് വെച്ച് നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് വെച്ച് ചാക്കോച്ചൻ്റെ എടുത്ത് വെച്ച് തുണി മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി ചെടിയൊക്കെ നനച്ച് സിറ്റ് ഔട്ടൊക്കെ കഴുകി റെഡിയാക്കി. അപ്പോൾ ഡോൺ ചേട്ടൻ ഒരു 6:15 അടുത്ത എൻ്റെ അലാറം അടിച്ചു. 6:15 എൻ്റെ അടുത്ത അലാറം അടിച്ചു. അപ്പോൾ ആ അലാറത്തിൽ ഡോൺ ചേട്ടൻ എഴുന്നേറ്റു. ഡോൺ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, നീ എന്നിട്ട് ചെയ്യണേ രാവിലെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടിട്ട് എന്ത് തോന്നുന്നു, നമ്മുടെ മനസ്സിൽ മറ്റേ ദേഷ്യം കിടക്കുകയാണല്ലോ, ഇന്നലത്തെ ദേഷ്യം എനിക്ക് കണ്ടിട്ട് എന്ത് തോന്നണേ. ഞാൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആ ഒരു ക്ഷീണം പോയാൽ തന്നെ വലിയ പ്രശ്നമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴൊന്നും അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഡോൺ ചേട്ടൻ മനസ്സിലായി, എനിക്ക് കലിപ്പാന്ന് മനസ്സിലായപ്പോൾ തന്നെ ഡോൺ ചേട്ടൻ കയറിപ്പോയി. ഇപ്പം കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ഞാനെല്ലാം കഴുകി. അപ്പോൾ എനിക്കിനി 2 ദിവസം ആ വശത്തേക്ക് നോക്കണ്ട, വെള്ളം ചെടിക്ക് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. സിറ്റ് ഔട്ടും ബാൽക്കണിയും ആ സൈഡൊക്കെ കഴുകി വിട്ടപ്പം അതെൻ്റെ ആ ഒരു വലിയൊരു പണി എൻ്റെ കഴിഞ്ഞു. പിന്നെന്താണ്, പിന്നെ ഫ്രഷായി ഒന്ന് അവിടെ റിലാക്സ്ഡ് ആയിട്ട് കിടന്ന് എന്തോരം ഉണ്ട്, വീഡിയോ ഇടാൻ പറ്റുന്ന കോലത്തിലാണോ എന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചു, മീൻസ് കണക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എപ്പോഴേലും ഗ്യാപ്പ് കിട്ടുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാം. അപ്പോഴാണ് ഇപ്പോൾ ഒരു സമയം എത്ര മണിയായിട്ടുണ്ടാവും, 2 മണിയാകാറായി. അപ്പോൾ അവരൊക്കെ ഭയങ്കര വർത്താനമാണ് ഇരുന്നിട്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മുട്ട് വേദന ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ല, റൈറ്റ് ലെഗിൻ്റെ മുട്ടിനാണ് വേദന. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, ആ കൂട്ടത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാനിടാം, പറ്റിയെങ്കിൽ അപ്ലോഡ് ചെയ്യാനിടാം, അല്ലെങ്കിൽ രാത്രി ആയാലും ചെയ്യാം. വീഡിയോ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇന്നിനി പള്ളിയിൽ പോകുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ വിശേഷങ്ങൾ. തോമുന് വയ്യാത്തതുകൊണ്ട് മിക്കവാറും ഞാൻ പള്ളിയിൽ പോകാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലൈറ്റൊക്കെ പോയി കണ്ട് ഭയങ്കര ഹാപ്പി ആയതാണ്. ഈ പ്രാവശ്യം എനിക്കറിയില്ല, തോമുന് ഒട്ടും വയ്യ. എനിക്ക് തോന്നുന്നില്ല നാളെ അവൻ സ്കൂളിൽ പോകാൻ ചാൻസ് ഇല്ല. ഈ പേരും പറഞ്ഞാൽ നാളെ അവൻ സ്കൂളിൽ പോവില്ലായിരിക്കും. പക്ഷെ അങ്ങനെയായാലും പറ്റില്ല, അവനെ സ്കൂളിൽ വിടണം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സ്കൂളിൽ പോകാണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ബേസിക് സ്റ്റേജിൽ വിടാതിരുന്നാൽ പിന്നെ അവർക്കത് ഒരു നാക്കാവും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവണ ഒരു പ്രായമായി. അവർക്ക് മനസ്സിലാവും, ഞാനിത് പറഞ്ഞാൽ അവരെന്നെ വിടില്ല, അത് വേണ്ട, അവൻ പൊക്കോട്ടെ എന്ന്. എന്തായാലും ഞാൻ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചു. ചാക്കോച്ചനെ എന്തായാലും വിടണം. തോമുനെ പിന്നെ അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ശരി വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഹാമ്പർ സെറ്റ് ചെയ്യാനും ഒക്കെയുണ്ട്, അതിനൊക്കെ പോകണം. കൊറിയർ അയക്കാനുണ്ട്. നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ മീൻസ് ബിസിനസ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 1 ഫീറ്റേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. 1 ഫീറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ കുറേ രൂപങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പേരുടെ നിർബന്ധപ്രകാരം തിരുക്കുടുംബം അല്ലെങ്കിൽ ക്രിസ്തുരാജ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പറഞ്ഞാൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണോ. അതുപോലെ കുറേ സാരികൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സാരീസ് ഭയങ്കര ഡിമാൻഡിങ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. നിങ്ങൾ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് എനിക്കിനി സ്റ്റോക്ക് വരണം. ഞാനത് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്കിനി വരുത്തിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. പിന്നെന്താണ്, നമ്മൾ കുറേ സ്റ്റഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ വാങ്ങിച്ചു കേട്ടോ. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ആകെ മൊത്തം ബിസിയാണ്. എനിക്കൊന്ന് ജനുവരി തുടങ്ങിയിട്ട് ഇത് തീർന്ന് 1-ാം തീയതിയായി. എല്ലാം പറന്ന് പോവാണ്. ഇനി ഈ മാസം പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് സ്പെഷ്യൽ, പേഴ്സണലി എനിക്കൊരു സ്പെഷ്യൽ മന്താണിത്. അത് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ചിരിയാണ്, പക്ഷേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മന്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കുറച്ച് നാളുകളായിട്ട്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു മാസമാണ് ഫെബ്രുവരി മന്ത്. കുറേ നല്ല ഓർമ്മകൾ അങ്ങനെയൊക്കെയുള്ളൊരു മാസമാണ്. അങ്ങനെ ഞാൻ ആകെ ടയേർഡാണ് കേട്ടോ. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ആരോടോ സംസാരിക്കുന്ന ഒരു തോന്നലാണ് കേട്ടോ എനിക്ക്. മോറോവർ ആരുടെ ശല്യമില്ല. ബെഡിൽ നമുക്ക്, ഞാനിങ്ങനെ കിടന്ന ആദ്യം ചാക്കോ പറന്ന് വരും, പുറത്തുനിന്നൊരു ഒറ്റ ചാട്ടം ചാടും, അതിൽ നമ്മുടെ കിളിയൊക്കെ പറന്നു പോകും. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളെൻ്റെ കത്ത് കേട്ട് വിജലംബിച്ചിട്ടുണ്ടാവും അല്ലേ. കുറേ നാൾ കൂടി വളരെ സ്വസ്ഥമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞ, ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴാട്ടോ വീട്ടിലൊക്കെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുക. അതൊക്കെ പോലെ എനിക്ക് തോന്നുന്നു. അമ്മയോടിരുന്ന് കഥ പറയണ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ കണ്ട ആകെ ഗ്ലൂമി ആയിട്ടിരിക്കണല്ലേ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്ട്രെസ്സായി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പല വിചാരം വരും. നമ്മൾ പറയും പല വിചാരം വരിക എന്ന് പറയത്തില്ലേ, നെഗറ്റീവ് തോട്ട്സ് വരും എൻ്റെ മനസ്സിൽ. 1-ാം തീയതി തന്നെ ചീഞ്ഞ 1-ാം തീയതി. അയ്യോ, രാവിലെ തൊട്ട് എന്താ പറയുക, ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട്. രാവിലെ എന്നിട്ട് വേറെന്തോ രാവിലെ ഡോൺ ചേട്ടൻ്റെ വക ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. ഡോൺ ചേട്ടൻ ഈ വണ്ടി ഒതുക്കിയിടൽ കുറച്ച് കൂടുതലാണ്. കാരണം കാർ പോർച്ചിലെ വണ്ടി ഒതുക്കിയിട്ടാലേ ഡോൺ ചേട്ടൻ്റെ ആ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒതുക്ക് കൂടി ഡിമ്പിളിൻ്റെ വണ്ടി ഒന്ന് ഒതുക്കി കാർ പോർച്ചിൽ കിട്ടി. നമ്മൾ പുതിയതായിട്ട് ആ സ്റ്റാൻഡ് വെച്ചത് മറിഞ്ഞടിച്ച് വീണു. എന്നിട്ട് ചോദിക്കുക എന്താ പറ്റിയെന്ന്. എനിക്ക് വന്ന ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആകെ അള്ളിപ്പിളി 1-ാം തീയതിയാണ്. ആകെ ഭംഗിയിൽ നടന്നത്. നേരത്തെ എഴുന്നേറ്റ് എൻ്റെ പണികൾ ചെയ്തു. പക്ഷെ ആ പണി ഇത്രയും വലിയ പണിയാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്ക് 1-ാം തീയതി നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടായിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റു. നേരത്തെ ഞാനത് ഇന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു, നേരത്തെ ഉറങ്ങുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ട്, നമുക്ക് ക്ഷീണം തോന്നണില്ല, ഭയങ്കര ആക്റ്റീവായിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ഞാൻ 5:45 തൊട്ട് അലാറം 5:15 അടിക്കും. സൺഡേ ആണ് 5:45 വെക്കാൻ ഞാൻ, മരുന്ന് കഴിക്കാനും എഴുന്നേക്കാനൊക്കെ. പിന്നെ ഈ ചുമ അങ്ങോട്ട് മാറണില്ല, അതിൻ്റെ ദേഷ്യം വേറെ. ആകെ മൊത്തം നല്ല സുഖജീവിതം, എന്താണെന്നറിയില്ല. കുറേ പേരിപ്പം ഹാമ്പറും നമ്മുടെ ബർത്ത്ഡേ കാർഡ്സ് നമ്മൾ അടിച്ചു തുടങ്ങിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഒരു അമ്മാമ്മയുടെ ബർത്ത്ഡേ കാർഡ് അടിച്ചത് ഇവിടെ വന്നിരിപ്പുണ്ട്. റിട്ടേൺ ഗിഫ്റ്റ് കൊന്തയൊക്കെ ആയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. അറ്റ്ലീസ്റ്റ് റീൽസ് ആയിട്ടെങ്കിലും ഞാൻ കാണിക്കാം. നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേയോ എന്ത് ഒക്കേഷൻ ആയിക്കോട്ടെ, ബർത്ത്ഡേ, കല്യാണം, ആദ്യ കുർബാന, ഇനിയിപ്പോൾ ആദ്യ കുർബാന വരുന്നുണ്ട്. ആദ്യ കുർബാനയ്ക്ക് കാർഡ്, വെറൈറ്റി കാർഡ്, റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, സമയമുണ്ട്. സമയമില്ലാത്ത സമയത്ത് വന്നിട്ട് ഓർഡർ ചെയ്യരുത്, എൻ്റെ പ്രത്യേക ഉത്തരവാണ്. കാരണം ചിലരൊക്കെ വന്നിട്ട് പറയും എനിക്ക് 2 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും. അറ്റ്ലീസ്റ്റ് അവർക്ക് ചോദിക്കും. നമ്മളൊരു കടയിൽ പോയി സാരി എടുക്കണ പോലെ അല്ലല്ലോ നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ. ചിലരൊക്കെ 45 ദിവസത്തെ ഡിസ്പാച്ചിങ് ടൈമൊക്കെ പറയും, അതുപോലെ അല്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ശിശുക്കളുമാണല്ലോ, ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ. നമ്മളിപ്പം ബേക്കറി ഐറ്റംസ് ഒക്കെ ചിലർ ഡിസ്പാച്ച് ചെയ്യാൻ പറയും, ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ, അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മളായിട്ട് വരുത്തിക്കുന്ന സാധനമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ കാർഡാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നല്ല സാധനങ്ങൾ അന്വേഷിക്കണം. ചിലപ്പോൾ ഇപ്പോൾ ഈ കൊന്തയായാലും നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് നമുക്ക് നല്ല കൊന്ത കിട്ടിയത്. മീൻസ് നല്ല കൊന്തയിൽ തന്നെ നമുക്ക് പല ഷേപ്പിൽ കിട്ടും. അത് കസ്റ്റമറിനും കൂടി ഇഷ്ടമാവുന്ന രീതി. അപ്പോൾ നമ്മുടെ മേരി അമ്മച്ചിയുടെ 80ാമത്തെ പിറന്നാളിന് മകൾ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട്, ക്ലാരമ്മച്ചിയുടെ ഒരു സ്റ്റൈലൊക്കെ ഉള്ള അമ്മച്ചിയാണ്. അപ്പം അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്, ഫെബ്രുവരി 14 തോന്നുന്നു അമ്മച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ എനിക്കത് എന്തായാലും ഉടനെ ഡിസ്പാച്ച് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റിയും ഓൾറെഡി ഈ അമ്മച്ചിയുടെ മോൾ ഓർഡർ ചെയ്ത സാരി
എനിക്ക് വരാനുണ്ട്, എവിടെയോ സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ ആ സാരി കൂടെ വന്നാൽ ഒരുമിച്ച് ആൻറ്റിക്ക് അയച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ സാരി ഇതുവരെ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നാളെ ബർത്ത്ഡേ കാർഡ്സും കൊന്തയൊക്കെ അയച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചു. ആൻറ്റിക്കും അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ, അങ്ങനെ കാര്യങ്ങൾ. അപ്പം നമ്മൾ കാര്യമായിട്ട് തന്നെ ബർത്ത്ഡേ കാർഡ്സ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ കാർഡ്സ് എന്ന് മാത്രമല്ല കേട്ടോ, നമ്മളന്ന് തോമുൻ്റെ കാണിച്ചപ്പോൾ കുറേ പേര് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ബർത്ത്ഡേ കാർഡ്സ് മാത്രമേ ചെയ്യുള്ളൂ എന്ന്. ബർത്ത്ഡേ കാർഡ്സ് മാത്രമല്ല, എല്ലാ കാർഡ്സും, ഏത് ഒക്കേഷനായാലും നമ്മൾ കാർഡ്സ് അടിക്കും. ഫ്യൂണറലാണെങ്കിലും നമ്മൾ അടിക്കും. ഇനിയിപ്പോൾ അത് വിചാരിക്കേണ്ട. ഫ്യൂണറൽ പക്ഷെ പറഞ്ഞു വരുന്നത്, ഞാനത് പൊട്ടത്തരല്ലേ പറഞ്ഞത്. ഫ്യൂണറലല്ല, നമ്മുടെ മരിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു കാർഡ് നമ്മൾ ഇപ്പോൾ 1-ാം വാർഷികം വരും, അങ്ങനത്തേനൊക്കെ നമ്മൾ അടിക്കാറുണ്ട്. 40ാമത്തെ ദിവസം ഇവിടെ തൃശ്ശൂരുകാർ 40ഒക്കെ ഭയങ്കര കാര്യമായിട്ട് ആഘോഷിക്കുക. അപ്പം അന്നൊക്കെ കാർഡുകൾ അടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് തരാം കേട്ടോ. ഞാൻ ഫ്യൂണറലിന് ഉദ്ദേശിച്ചത് തെറ്റിപ്പോയി പറഞ്ഞത്. മരിച്ചതിന് ശേഷമുള്ള ചടങ്ങുകൾക്ക് നമ്മൾ ക്രിസ്ത്യാനികൾ കാർഡ് മോസ്റ്റ്ലി അടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വിശേഷങ്ങളും. ഇത് നല്ല സുഖമുണ്ടല്ലോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, ഭയങ്കര റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.